നമസ്കാരം സാർ. നമ്മുടെ കേരള മോഡൽ ഓഫ് ഹെൽത്ത് കെയർ സാറ് പരാമർശിച്ചിരുന്നു. അതിൻ്റെ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ സ്മോൾ ആൻഡ് മീഡിയം ഹോസ്പിറ്റൽസും നഴ്സിംഗ് ഹോംസും ആണ്. സാറിനറിയാം, കഴിഞ്ഞ 5 വർഷം 444ഓളം ഹോസ്പിറ്റൽസും ഏകദേശം 1300 ക്ലിനിക്കുകൾ അടച്ചുപൂട്ടിപ്പോയി കേരളത്തിൽ. അപ്പോൾ അതേസമയം വൻകിട കോർപ്പറേറ്റുകൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നു. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സാധാരണക്കാർക്ക് ഈ ഹെൽത്ത് കെയർ ആക്സസിബിൾ ആവുന്നത് മുമ്പത്തെക്കാളിലും കുറഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ്റിന് എന്ത് സ്റ്റെപ്സ് എടുക്കാൻ പറ്റും ടു പാർട്ട്ണർ വിത്ത് ദി സ്മോൾ ആൻഡ് മീഡിയം ഹോസ്പിറ്റൽസ് സാർ? താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ വരികയാണ്. അവർ ഓരോ ബെഡിനും വലിയ ചാർജ് എടുത്തിട്ടാണ് 100 ബെഡുള്ള ഒരു ആശുപത്രിയൊക്കെ അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ എന്തായാലും അവർ ഇവിടെ കേരളത്തിലൊരു മെഡിക്കൽ സർവീസ് ഫ്രീ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ വരുന്നത്, ബിസിനസ്സായിട്ടാണ് വരുന്നത്. ഇത്രയും പൈസ മുടക്കി വന്നു കഴിഞ്ഞാൽ ഭാവിയിലുള്ള കേരളത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് എന്താവും എന്നതിനെക്കുറിച്ച് ഇപ്പം തന്നെ വലിയ പ്രശ്നമാണ്. ഇപ്പം തന്നെ മാനേജ് ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ആശുപത്രികൾ പൂട്ടിപ്പോയാൽ അത് ഏറ്റവും സാധാരണക്കാരെയും ഇടത്തരക്കാരെയും ആയിരിക്കും ബാധിക്കുന്നത്. നമ്മുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ ഞാൻ നേരത്തെ തന്നെ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ്. ചെറുകിട ഇടത്തരം ആശുപത്രികൾക്ക് എതിരായിട്ടുള്ള ചില പ്രൊവിഷൻസ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിലുണ്ട്. അത് നമുക്ക് അമെൻഡ് ചെയ്യണം. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ നമ്മൾ ഈ അടച്ചുപൂട്ടി പോകുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല. അടച്ചുപൂട്ടി പോകുന്നത് ചെറുകിട ആശുപത്രികൾ, മിഡിൽ ലെവൽ ഹോസ്പിറ്റൽസ്, ബാക്കിയുള്ള ഒരുപാട് സംരംഭങ്ങൾ അടച്ചുപൂട്ടപ്പെട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പൈസ അവർ സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ പരിമിതികൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവർക്ക് പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരുന്നത് എന്നത് നമുക്ക് തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്യാം. ഇത് നമ്മളെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സാണിത്. ഇത്രയും ആശുപത്രികൾ 5 വർഷത്തിനിടയിൽ 444 ആശുപത്രികൾ പൂട്ടിപ്പോയെന്നുള്ളത് ഷോക്കിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സാണ്. എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്ന് നമ്മൾ പഠിച്ച് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ ചെയ്യാവുന്നതിൻ്റെ കാര്യം ചെയ്യും. നമുക്ക് ഹെൽത്ത് ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി കേരളത്തിനെ മാറ്റണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഉദാഹരണത്തിന് ഞാനൊരു ഐഡിയ പറയും. ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് കിട്ടിയത്. സൽമാൻ റുഷ്ദിയുടെ ഒരു പുസ്തകമുണ്ട്, നൈഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ചെറുപ്പക്കാരൻ വന്ന് 16 കുത്തി 26 വയസ്സുള്ള ഒരു ആൾ മരിച്ചെന്ന് കരുതിയാണ്. പിന്നെ ചോപ്പറിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയിട്ട് എണീറ്റ് നടക്കാനൊന്നും വയ്യ, തളർന്നുപോയി. ആ പുസ്തകത്തിൽ, നൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. യൂറോപ്പിലുള്ള യൂറോപ്പ് 2 ആഴ്ച കഴിഞ്ഞ് സർവൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ കൊണ്ടുപോകുന്നത് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പാരലൈസ്ഡായിട്ട് കിടക്കുമായിരുന്ന ഒരാളെ എണീപ്പിച്ച് നടത്തിയിട്ടാണ് ഇദ്ദേഹം പുസ്തകം എഴുതിയത്. അപ്പോൾ ഞാൻ റീഹാബ് സെൻറ്റേഴ്സിനെ കുറിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ യൂറോപ്പിലൊക്കെ വലിയ സംഭവമാണ് റീഹാബ് സെൻറ്റേഴ്സ്. നമ്മുടെ നാട്ടിൽ എത്രയോ പേര് പാരലൈസ്ഡായിട്ട് സ്ട്രോക്കായി കിടക്കുന്നു, ആക്സിഡൻ്റായിട്ട് വന്നത്, നാച്ചുറലായിട്ടുള്ള സ്ട്രോക്ക് വന്ന് കിടക്കുന്നു. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് സങ്കടം വരും. കൈകാലുകൾ തളർന്ന്, അല്ലേ, കണ്ണിൽ നിന്ന് നമ്മളെ കാണുമ്പോൾ വെള്ളം ഒഴുകി, സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് സംസാരിക്കാൻ പറ്റാത്തത്. അതൊക്കെ നമുക്ക് കുറച്ച് ഹോളിസ്റ്റിക് ആക്കാൻ നോക്കണം. ചെറിയ അലോപ്പതിയും ആയുർവേദം, അലോപ്പതിക്കാർക്ക് അത്ര ഇഷ്ടപ്പെടില്ല, എന്നാലും അലോപ്പതിയും ആയുർവേദമൊക്കെ കൂടി മിക്സ് ചെയ്തുള്ള ഒരു ഹോളിസ്റ്റിക് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് കേരളത്തിലുണ്ടായാൽ ഒരു ഗുണം എന്താ അറിയാം? പൗണ്ടും ഡോളറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ചീപ്പാണ് പുറത്തുനിന്നൊരാൾക്ക്. അപ്പം നമുക്കതൊരു മെഡിക്കൽ ടൂറിസവും കൂടിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവിടെ യൂറോപ്പിൽ പോയിട്ട് ഈ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഒരാൾ മുടക്കുന്ന പൗണ്ടും ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പാണ്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ ഫാമിലി ആയിട്ട് വേണമെങ്കിൽ വരാം. അതുപോലുള്ള റീഹാബിലിറ്റി അതൊന്നും ഞാൻ ഗവൺമെൻറ് സെക്ടറിലല്ല ഉദ്ദേശിക്കുന്നത്, പ്രൈവറ്റ് സെക്ടറാണ്. പ്രൈവറ്റ് സെക്ടർ, ഗവൺമെൻറ് വിൽ ബി എ ഫെസിലിറ്റേറ്റർ. പ്രൈവറ്റ് സെക്ടറിൽ തുടങ്ങണം, നിങ്ങളൊക്കെ തുടങ്ങണം. നിങ്ങളെല്ലാം അത്തരം സംരംഭങ്ങൾ തുടങ്ങണം. അതിനെല്ലാം വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്തു തരും ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ കോളേജുകൾ, മനസ്സിലായില്ലേ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ. അവിടെ നമുക്ക് കുറേ കൂടെ സ്റ്റാഫ് പാറ്റേണൊക്കെ വർദ്ധിപ്പിച്ച് കുറേ കൂടി സിസ്റ്റമാറ്റിക് ആക്കി പരാതികളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റാനുള്ള സംരംഭങ്ങൾ കൂടി നമ്മൾ ആരംഭിക്കും.